ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും മാരിളം പൂക്കളേ നാമുണരുമ്പോ രാവലിയുമ്പോ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ സ്നേഹമോടുന്ന കുരുവീണകളെന്നിംഗിതം തേടിയല്ലോ നിന്മണിച്ചുണ്ടിൽ അമൃത മധുരലയമോർമ്മയായി തോർന്നുവല്ലോ വാരിപ്പുണർന്ന മതകരലത എവിടെ മണ്ണിൽ ചുരന്ന മധുതരമതമെവിടെ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ഗതികളരുളി അണിവിരലാൽ ജലചാരുരേഖ എഴുതി നമ്മോട് നമ്മളറിയുമൊരുന്മകളാ ഇന്ദീവരങ്ങളിതളിടുമൊരു നാമുണരുമ്പോ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും മാരിളം പൂക്കളേ നാമുണരുമ്പോ രാവലിയുമ്പോ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ സ്വരസന്ധ്യയിലേക്ക് എത്തുന്നു നമ്മുടെ മിടുക്കി പാട്ടുകാരി സനിക കുട്ടി. വെൽക്കം സനിക ഓൺ സ്റ്റേജ്.
എന്ത് രസം ഉടുപ്പ്. താങ്ക് യു. നല്ല കോമ്പിനേഷൻ അല്ലേ? നല്ല കോമ്പിനേഷൻ. അതെ. മോളെ ഇത് എവിടുന്ന് വാങ്ങിച്ചത്? ഇത് ഞങ്ങൾ മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു. ഈ ഓരോ പാട്ടിന് വരുമ്പോഴും ഓരോ ഡിഫറെന്റ് ഡ്രസ്സാണല്ലോ ഇടുന്നത്. ഇതൊക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണോ? സ്വന്തമായിട്ടല്ല, സെലക്ഷൻ ആരാ? സെലക്ഷൻ അച്ഛൻ. അച്ഛൻ. ഞങ്ങള് അപ്പൊ അച്ഛന് ഡബിൾ ജോലിയായി അല്ലേ? അപ്പൊ ഗാനമേളയ്ക്ക് പോകാൻ സമയമൊന്നുമില്ല. മെറ്റീരിയൽ എടുക്കാൻ. മെറ്റീരിയൽ എവിടെ പോകണം? പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അപ്പുറത്തെ ആൾക്കാരൊക്കെ ചോദിക്കും ഇതുപോലെ എവിടെ പോകണം, ഇന്ന് എനിക്കൊരു ഗാനമേളയുണ്ട്. ഇപ്പം ഇറങ്ങുമ്പോ ചോദിക്കും ജൗളിക്കടയിൽ പോകണം. പാട്ട് പഠിക്കാൻ സമയം കിട്ടാറില്ലേ? ഉണ്ടല്ലേ? പിന്നെ ആരാന്ന് വിചാരിച്ച സനിക? ആരാ മിടുക്കിയായിട്ട് ആരാ? പാടുന്ന ആരുവാ? കുട്ടിയല്ലേ? ആരാ? ആരാ? ഒരു സംഭവമാണ്. ഏത് പാട്ടാ നമ്മള് പാടുന്നത്? ശ്രീകുമാരൻ തമ്പി സാറിന്റെ റൗണ്ടില് കനകപ്രതീക്ഷതൻ എന്നുള്ള സോങ്. മ്യൂസിക് MS ബാബുരാജ് സാർ. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നന്നായി പാടാൻ പറ്റണം. ആ പ്രതീക്ഷയിലാണ്. പാടിയത് സുശീലാമ്മയല്ലേ? മോള് നന്നായിട്ട് പാടും. മിടുമിടുക്കിയാണ്. താങ്ക് യു സർ. ഏത് സിനിമയാ? മിടുമിടുക്കി. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. കനകപ്രതീക്ഷതൻ കണിമലർക്കാലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളേ, കല്യാണപ്പൂവുമായി നിന്നവളേ. കതിരണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളേ, കരയാൻ പോലും മറന്നവളേ. നീതിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ട് ബൊമ്മയായി തീർന്നുവല്ലോ. നീതിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ട് ബൊമ്മയായി തീർന്നുവല്ലോ. വിരഹക്കിടാവിന്നു കൊണ്ടു നടക്കുവാൻ വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ. നിന്നെ വിലപേശി വിറ്റുവല്ലോ. കനകപ്രതീക്ഷതൻ കണിമലർക്കാലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളേ, കല്യാണപ്പൂവുമായി നിന്നവളേ. അമൃതനീർ പൊയ്കതൻ തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ. അമൃതനീർ പൊയ്കതൻ തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ. എരിയും നിന്നാത്മാവിൻ അധരം നനയ്ക്കുവാൻ ഇനിയിന്ന വർഷാശ്രു വന്നു ചേരും, ഇനിയിന്ന വർഷാശ്രു വന്നു ചേരും. കനകപ്രതീക്ഷതൻ കണിമലർക്കാലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളേ, കല്യാണപ്പൂവുമായി നിന്നവളേ. കതിരണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളേ, കരയാൻ പോലും മറന്നവളേ. സനിക, എന്താ സർ? മോളെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പ് ബാൻഡ് മനോഹരമായിട്ട് പ്ലേ ചെയ്തു. അതില് നമ്മുടെ ഫൈസല് ഒരു ടോണ്, ആഹാ എത്ര രസമായിരുന്നു, ഹൃദയത്തിൽ കൊണ്ടു.
അതുപോലെ അഭിജിത്ത് നമ്മുടെ പഴയ കരിമ്പൻ. കരിമ്പൻ നല്ല എന്ത് രസമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ കയറി വായിക്കുന്നതൊക്കെ അറിയാതെ പോണു, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. മനോഹരമായിരുന്നു. മോൾ പാടിയത് നന്നായിരുന്നേ. എന്നാലും കുറച്ച് സ്ഥലങ്ങളുണ്ട് മോക്ക് ഈ കരയാൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോൾ ഒന്നാമത് ഇച്ചിരി നേസൽ ടോൺ ഉണ്ട്. കനയാ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടെ കൂടത്തില്ലേ? ആ പോർഷൻ ഒന്ന് പാടിക്ക്. തീയില് തീന്ന് മാത്രം പാടും. കനകപ്രതീക്ഷതൻ കണിമലത്താലത്തിൽ താലത്തിലുണ്ട് അല്ലേ? താലത്തിലുണ്ട്, എന്നാലും കൂടുതൽ വരുന്ന സ്ഥലം. താലത്തിൽ കല്യാണ പൂവുമായി നിന്നവളെ ഓക്കെ. കതിരണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ കരയാന് ഒരു നാച്ചുറൽ ടെൻഡ് ഉണ്ട്. കരയാൻ ഉണ്ട്, കരയാൻ. മോടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടെ തന്നെ അറിയാം. കരയാൻ പാടിക്ക്. കരയാൻ ഇപ്പൊ കുറച്ചു മറ്റേ ഇങ്ങനെ മൂക്കിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അത് മൂക്കി കൂടെ വരുത്താനുള്ള ഒരു അതീവമായിട്ടുള്ള ശ്രമം കൊണ്ടുവരുന്നുണ്ട് ആവശ്യമില്ലാതെ. അത് കളയണം കേട്ടോ മോളെ. കാരണം അത് ഒന്നാമത്തെ കാര്യം, അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വിധിയുടെ വിൽപ്പന ശാലയാണ്. ശാലയെന്ന് വന്ന് പിന്നെ രണ്ടാം ശാലയെന്ന് പാടി. പിന്നെ തീർത്തുവല്ലോ, അതെങ്ങനെ അതിന്റെ ആ സംഗതി എങ്ങനെയാണ്? അതിന്റെ ഒരു വരവ് എനിക്ക് മനസ്സിലായില്ലത്. അവിടെ ഇതുണ്ട്, ഒരു മോഡുലേഷൻ ഉണ്ട്. എന്താണ് ആ ഒരു ഫീലുണ്ട്. ചുമ്മാ സംഗതി പാടി പോവാതെ ലൈൻ ഒന്ന് നല്ല ഫീലോട് കൂടി പാടിക്കും. ആ അവിടെയും ഈ നേസിൽ വരുന്നോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വിധി നിന്നെ വിലപേശി, ആ സ്ഥലം എനിക്ക് കുറച്ച് സംശയിച്ച് പാടിയതുപോലെ തോന്നി. ഒന്ന് ആ മൂക്കൊന്ന് കളയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിൽ എക്സ്പെഷ്യലി മൂക്ക് വരേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പം മോടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വോയിസും കൂടെ വരുമ്പോൾ ഡബിൾ ആവുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ കാ എന്ന് പറയുമ്പോൾ തന്നെ മൂക്ക് വരും ഇല്ലേ? കാ 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 കാ. അപ്പോൾ ഈ കായലെല്ലാം ഓരോ രീതിയിലുള്ള മൂക്ക് കൊണ്ടുവരാം. പക്ഷെ നമ്മളത് കൊണ്ടുവരാത്ത രീതിയിൽ പോകണം. എക്സ്റ്റിസിങ് ആയിട്ട് മോക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. പാട്ട് കുഴപ്പമില്ല, എന്നാലും ആ സംഗതികളൊക്കെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാം. ഫീലും കൊണ്ടുവരാം, ഡൈനാമിക്സ് വേണം. കാരണം സുശീലാമ്മ പാടുമ്പോഴത്തേക്ക് അവരുടെ ശബ്ദത്തിൽ തന്നെ ഡൈനാമിക്സ് ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. മോളെ എന്താ സർ? കൊള്ളാം. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വോയിസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ നേസൽ ടോൺ ആണ് ഒരു കൂടി ചേട്ടൻ പറഞ്ഞ പോലെ, അതൊന്ന് മാറ്റിയെടുക്കണം. ഗാനമേളയ്ക്ക് പാടാറുണ്ടോ? അപ്പൊ ആരെങ്കിലും പറഞ്ഞു തന്നോ ഇങ്ങനെയൊക്കെ മൈക്കിങ്ങിന്റെ മറ്റേ അങ്ങനെയൊക്കെ പറയുമ്പോൾ മൂക്ക് ഇങ്ങനെ ഞെക്കി പിടിക്കണമെന്നോ അല്ലെ പിടിക്കണമെന്നോ? അങ്ങനെ ആരും പറഞ്ഞു. പിന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണോ? പിന്നെ മധു, ഈ ഗാനമേള എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ ഇനി ആംപ്ലിഫിക്കേഷൻ കൂടുതലാണ്. അതെ അതെ അതെ. നമ്മൾ ഇവിടെ പാടുന്നെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വൽ സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത്. മറ്റിടത്ത് നമ്മളൊരു എന്താണ് എക്സ്ട്രാ ഒരു ഗുമ്മ് കൊണ്ടുവരുന്നുണ്ടാവും. അതെ, കാരണം എല്ലാവർക്കും ദാസേട്ടനാണ്. എല്ലാവർക്കും ജാനകി അമ്മയും ദാസേട്ടനും ചിത്രയൊക്കെ ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ അത് ഒന്ന് പിടിപ്പിച്ചപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ മിഡ് റേഞ്ചും ആ ഹൈസും കൂടെ കുറച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കേൾക്കുമ്പോൾ ഇതിപ്പോ മോള് ഗാനമേളയ്ക്കാണെങ്കിൽ വേറെ ലെവലായിരിക്കും കേൾക്കണം. അതെ, വേറെ സൗണ്ടിങ് വേറെ ആയിരിക്കും. അതെ അതെ അതെ. ഇതിപ്പോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പാടുമ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും. അപ്പൊ ഈ ഇപ്പൊ പാടിപ്പിച്ചാൽ ആ വിളയാട്ട് ബൊമ്മയായി, അതൊന്ന് കേൾക്കട്ടെ ഒന്നുകൂടി. വിളയാട്ട് ബൊമ്മ മാ പറയണില്ലേ? അവിടെ ഇത്തിരി വോളിയം കൂടുന്നുണ്ട്. ബൊമ്മ യെസ്, കുറച്ചും കൂടി ഇപ്പൊ ശരിയായി, കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയി കേട്ടോ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചരണത്തിലൊരു ചെറിയ പിച്ചിന്റെ ഒരു പ്രശ്നം തോന്നി. പിന്നെ അനുപല്ലവിയിൽ തന്നെ തീർന്നുവല്ലോ എന്നുള്ളൊരു പരിങ്ങല് ഫീൽ ചെയ്തു. പക്ഷെ മൊത്തത്തിൽ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാം, ഉയരങ്ങളിൽ. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സനിക കുട്ട, എന്തോ സനികയുടെ പാട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ ടോപ്പ് ബാൻഡ് ഉഷാറായിട്ട് വായിച്ചു അവര്. ഫൈസിയും അബിയും എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും
തകർത്തു. ഇവർ പറഞ്ഞു തന്നെയാണ്, രണ്ടുപേരും പറഞ്ഞു തന്നെയാണ് എനിക്കും റിപ്പീറ്റ് ചെയ്യാനുള്ളത്. മോളുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിൽ കുറച്ച് കൂടുതൽ ചെറുതായിട്ട് ഒരു പൊടിക്ക് നേസൽ കൂടുതൽ ആ ഒരു ടോൺ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. അതല്ലാതെ തോന്നിയത് പല വരികളും ഈ സസ്റ്റെയിൻ നോട്ട്സ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറച്ച് ഒപ്പിച്ച് അവിടെ എത്തിക്കാനുള്ളൊരു പെടാപ്പാട് പെടുന്ന മാതിരി ഒരു ചെറുതായിട്ട് ഇങ്ങനെ തോന്നി. എന്തോ ടെൻഷൻ ഉണ്ടോ? ടെൻഷനല്ല, അനുപല്ലവിയിലൊക്കെ 2-3 വട്ടം തുപ്പലിറങ്ങി ഡ്രൈ ആവണ ഡ്രൈ ആയിട്ട് വിധിയാണത്. അതാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ആ വരി ഒന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിലാണ് പാടുന്നത്. പക്ഷെ ബാക്കി പോർഷൻസ് ഒക്കെ അയ്യോ അസാധ്യമായിട്ട് പാടി. പല പോർഷൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത വരി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് അയ്യോ അവിടെ എത്തിയാൽ മതി എന്നുള്ള പോലെ പാടുന്നുണ്ട്. അപ്പം അത് എന്താ ടെൻഷനാണോ അതോ ഇങ്ങനെ ഡ്രൈ ആവുന്നതിന്റെ പ്രശ്നമാണ് അല്ലേ? എല്ലാവർക്കും ഈ ഡ്രൈ ആവണ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ രാവിലെ മുതലേ പെർഫോമൻസ് ഉള്ള ദിവസം രാവിലെ മുതലേ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക ത്രോട്ട്. അപ്പോൾ ഈ പ്രശ്നം കുറേയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത്രയൊക്കെ തന്നെയുള്ളൂടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സനിക, എന്തോ സർ? അപ്പോൾ നമ്മൾ ഒരു തീരുമാനത്തിലെത്തണം. കാരണം യു ആർ എ വെരി ഗുഡ് സിംഗർ, ഒരു പ്രോമിസിങ് സിംഗറാണ്. ഗാനമേളയ്ക്ക് എന്ത് വേണേൽ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ പാടുമ്പോൾ നമ്മളൊരു വലിയൊരു ക്ലാസ്സാണ് ഇവിടെ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരുന്നു, ഗ്രൂമേഴ്സ് ഉണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ആ പാട്ടുകളൊക്കെ പഠിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പാടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇതെടുക്കണം, ശപഥം, അത് ഞാൻ ഇന്നിവിടെ കലക്കും. അങ്ങനെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഹീറ്റഡായിട്ട് വരണം. അപ്പോഴാണ് നമുക്കൊരു ഒരു പ്രോഗ്രാമിനൊക്കെ നമ്മൾ കയറാൻ നേരത്ത് ഇപ്പം ഞാൻ പൊളിക്കും, അല്ല അയ്യോ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നേ, ഇവിടെ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയി. അതുകൊണ്ട് അടുത്ത പാട്ട് വരുമ്പോഴത്തേക്ക് തകർക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടി വരണം. ഓക്കെ. സോ ഇറ്റ്സ് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യൊരു മിടുക്കി പൂക്കുറ്റി. താങ്ക് യു. സംഗീത വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ മാഹിക്കുട്ടൻ. വെൽക്കം മാഹിപ്പാൽ ഓൺ സ്റ്റേജ്. പാൽമോനെ, എന്തോ നമ്മുടെ ഇവാൻകുട്ടനില്ലേ, ഇവാൻകുട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരുപാട് അവനെ ചതിച്ചു എന്ന്. ചതിച്ചോ? ചതിച്ചു, അവനെ വഞ്ചിച്ചു. അവന് ഒരു ദിവസം മുഴുവൻ അവിടെ റൂമിനകത്തിരുന്നു, പുകഞ്ഞു പോയെന്നൊക്കെയാ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം സാറേ. സുഖം. മധുക്കളിനെ കണ്ടില്ലേ? ചോദിക്കേ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കേ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? നല്ല വിശേഷം. ഈ ലാവെൻഡർ ടീഷർട്ട് എവിടെ നിന്ന് കിട്ടി? എന്റെ ഫേവറേറ്റ് കളറാ. ഇത് എന്റെ നാട്ടിലാ. അപ്പൊ കൊള്ളാം. ഏത് പാട്ടാണ്? കിലുകിൽ പമ്പരം. കിലുക്കം, SP വെങ്കടേഷ്, ബിച്ചുവേട്ടന്, ഞാൻ. ശ്രുതി എത്ര തന്നെ? സി. ആന 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 കിലുകിൽ പമ്പരം തിരയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ. ചാഞ്ചകം ചാഞ്ചകം പനിനീർ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവൂ. ചാഞ്ചകം ചാഞ്ചകം ചാഞ്ചകം. പഠിക്കും. ഓൾ ദി ബെസ്റ്റ്.
ചന്ദ്രികേ ഇനി പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചഞ്ചകം 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 ചഞ്ചകം. പാൽമോൻ എന്തോ സാർ? കൊള്ളായിരുന്നു, കുറേ പോർഷൻസ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. കുറേ ഭാഗങ്ങൾ, അതായത് ലാസ്റ്റ് പല്ലവിയുടെ കുറച്ച് ഭാഗങ്ങൾ, തുടക്കം പല്ലവിയായിരുന്നു, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അനുപല്ലവിയുടെ 2 ലൈൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത്, ചരണത്തിൻ്റെ 2 ലൈൻ കഴിഞ്ഞ് ബാക്കിയുള്ളത്, അങ്ങനെ എന്താണ് ഒരു ബാലൻസ്ഡ് ആയിട്ട് കുറച്ച് തെറ്റുകളും കുറേ ശരികളും കുറച്ച് തെറ്റുകളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു എൻ്റെ പാൽമോൻ. നല്ല രസമുള്ളൊരു പാട്ടായിരുന്നു. ഈ പാട്ടിൻ്റെ കമ്പോസിങ് വേളയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി ഞാനും പ്രിയനും തമ്മിൽ. അതായത് ഇത് പാംഗുരുവിൽ 504 എന്ന് പറഞ്ഞ റൂമിൽ വെച്ചായിരുന്നു ഈ പാട്ടിൻ്റെ കമ്പോസിങ്. അപ്പോൾ വെങ്കടേഷ് സാറുണ്ട്, വെങ്കടേഷ് സാറിൻ്റെ കൂടെ ഗിറ്റാർ അദ്ദേഹം തന്നെ വായിക്കും, ഒരു ഗിറ്റാറും കൂടെ കാണും, പിന്നെ തബല, അങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ട്യൂൺ ഇട്ടുകൊണ്ടേ ഇരിക്കും. പ്രിയന് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഒന്നുകൂടെ എന്ന് പറയും. ചില സമയത്ത് 32 പാട്ട് വരെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അവസാനം ചിലപ്പോൾ ഒരു പാട്ട് പോലും അതിൽ നിന്ന് എടുക്കത്തില്ല. അങ്ങനെ ഈ പാട്ട് വന്നപ്പോൾ ഇതിന് ലിറിക്കില്ലല്ലോ. വെങ്കടേഷ് സാറ് തനന്നാനാനന്ന എന്ന് പറഞ്ഞിട്ട് തനന്നാനാനിന തരിനാനാനിനി തരിനാനാനിനി, അത് അങ്ങനെ ആ മൂഡിലാണ് പാടുന്നത് അവർ. അല്ല അത്ര പെർഫെക്ഷനോട് കൂടി എല്ലാവരും മ്യൂസിക് ഡയറക്ടർ, ചില മ്യൂസിക് ഡയറക്ടർ പാടുന്നത് ദരിനാ ദാനാന ദാരി ദാദിദി ദാദാദിദി ദരിദി ദാദദാ, ഇങ്ങനെ ആയിരിക്കും ഒരു കമ്പോസിങ് ഒരിത് വരുന്നത്. എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂ പൂവിൽ നനനാനേനാരിരാന താനീന എന്നുള്ള ഒരു ട്യൂണിൻ്റെ ഏകദേശം ചായ വന്നപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പ്രിയം പറഞ്ഞു എനിക്കിത് ഓക്കെ എന്ന്. ഞാൻ പറഞ്ഞു പ്രിയ ഇത് എനിക്ക് ഓക്കെ ഇല്ല. അത് നിനക്ക് ഓക്കെ ഇല്ലെങ്കിൽ നീ പാടിയാൽ പോരെ, എൻ്റെ പടത്തിന് ഞാനല്ലേ തീരുമാനിക്കും ഇത് ഓക്കെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു പ്രിയ ഈ പാട്ടോ ഹർഷബാഷ്പം തൂകി ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, അതും ഈ രാഗത്തിലുള്ളതെന്നു. അതിനെന്താ പ്രിയ എനിക്കിത് മതി എന്നു. സത്യത്തിൽ മനസ്സില്ല മനസ്സോടെ ഇത് ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചു. പക്ഷേ ബിച്ചുവേട്ടൻ വന്ന് ഇതിൻ്റെ മുകളിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് വരികൾ എഴുതിയപ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ കൂടെ വന്നപ്പം ഇത് എങ്കേയോ പോച്ചെന്ന് പറഞ്ഞ പോലെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടായിട്ട് മാറി. അതാണ് ചില ഈ പ്രിയൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില ഡയറക്ടേഴ്സിൻ്റെ അങ്ങനെ സംഭവിച്ചാണ് ഈ ഒരു പാട്ട്, ഒരു നടന്ന സംഭവ കഥ. ഓൾ ദ ബെസ്റ്റ്. മഹിപാൽ പാട്ട് വളരെ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഇതിൽ ആധികാരികമായിട്ട് പറയേണ്ടത് ശ്രീകുടൻ ചേട്ടനാണ്. ശ്രീകുടൻ ചേട്ടൻ പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളെല്ലാം. നല്ല രസമായിട്ട് തന്നെ പാടിയ മോൻ. താങ്ക് യു കേട്ടാ. താങ്ക് യു. അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ആ ഒരു ഭാഗം മാത്രം, തുടക്കം ചില 2 ലൈൻ കുറച്ചൊന്ന് പെർഫെക്ഷൻ ആവണമെന്ന് എനിക്ക് തോന്നി. ശ്രുതി പ്രത്യേകിച്ച് കുറച്ച് സ്ട്രെയിൻ ഉള്ള പോലെ തോന്നി. ശബ്ദം ചേഞ്ച് ചെയ്യണ സമയമാണോ? ഇല്ല, മാറി തുടങ്ങിയിട്ടില്ലേ? ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതല്ലേ ഞാൻ ആദ്യം ചോദിച്ചേ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടാ. ഓക്കെ, ഈ ഹെയർ സ്റ്റൈലും കൊള്ളാട്ടാ. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. പാൽക്കുട്ടാ, എന്തോ ചേച്ചി? എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പാട്ടാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നന്നായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട്. കഴിഞ്ഞ പെർഫോമൻസിലും അത് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും പാൽക്കുട്ടൻ ഒരു പ്രൊഫഷണൽ സിംഗറിനെ പോലെ ആവണം. അതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. ഉറപ്പാണ്. അത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ ഈ വർക്ക് ചെയ്യുന്നത് അധികം ആവാനും പാടില്ല. ഇതന്നെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. ചെറുതായിട്ട് പിച്ചിങ് ഇഷ്യൂസ്, ചരണത്തിൻ്റെ ഹയർ നോട്ട് പാടുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഫ്ലാറ്റ് ആവാനുള്ള ഒരു ചെറിയ ടെൻഡൻസി ഉണ്ട്. അതർവൈസ് നല്ല രസമായിട്ട് പാടി. പല പോർഷൻസും എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പാടിയത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ പാൽമോന് ഇന്ന് വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ആദ്യ ഒരു ബിച്ചുവേട്ടൻ പൂക്കുറ്റി.
സ്റ്റേജിന്റെ വേദിയിലേക്ക് എത്തുന്നു ഭദ്ര കുട്ടി. വെൽക്കം ഭദ്ര ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഇന്ന് ഇവിടെ ഒരാളുടെ കുറവുണ്ടല്ലോ. എന്റെ ഷർത്തങ്ങൾ എവിടെ? അയ്യോടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചാക്കി കെട്ടി വെച്ചിരിക്കുക. അതൊന്നും അല്ല കേട്ടോ. ചാക്കി കെട്ടിയതല്ല, ദൂരെ പരിപാടിക്ക് പോയേക്കുന്നതാണ്. ശരത്തങ്ങളെ വിളിച്ചു, അപ്പൊ പറഞ്ഞു എല്ലാരും ശരത്തങ്ങളെ ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞു, എല്ലാവർക്കും മിസ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ഷർത്തങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ വീഡിയോ കോൾ. 20 മിനിറ്റ് മുമ്പ് പറഞ്ഞു വിളിച്ചു. എന്നിട്ട് ചോദിക്കുകയും ചെയ്തു ആ ഭദ്രകുഞ്ഞെവിടെ. ആ ചോദിച്ചു. എന്റെ മക്കൾക്കൊക്കെ സുഖാണോ, മക്കൾക്കൊക്കെ സുഖമാണോ, എല്ലാവരും പ്രത്യേകിച്ച് കാര്യം ചോദിച്ചു. ഭദ്രക്കുട്ടിക്ക് സുഖമാണോ, എവിടെയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ വരും, കുറച്ച് കഴിയുമ്പോ വരും. അപ്പൊ പറഞ്ഞു അണ്ണാച്ചി അവിടുന്ന് എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തോ കാണിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കളറ് ക്യൂട്ടസ്. ആ അതാ. ഓ അങ്ങനെയാണോ? നഖം കണ്ടോ? ഇത് ഉടുപ്പിൽ ഇങ്ങനെ ഈ കൊട നമ്മള് ഇങ്ങനെ മടക്കി വെച്ച പോലെ പ്രത്യേക സ്റ്റൈൽ. കൊള്ളാലോ. ഇത് എന്തോന്ന് മക്കളെ, എന്താ ഷർത്തങ്ങളുടെ ശബ്ദം. ഇവിടെ എവിടെ വിളിച്ചിരിക്കുന്നുണ്ട്? അയ്യോ ഇവിടെ ഉണ്ടോ? കണ്ണടച്ചു നോക്കൂ, അങ്ങോട്ട് തിരിഞ്ഞാല് കേക്കാം. ഈ ഡോർ കൂടെ ഇപ്പൊ വരും. അയ്യോ മധുവങ്കളല്ലേ, മധുവങ്കള്, മധുവങ്കളാ. ഇല്ല മധുവങ്കൾ പാവം വെറുതെ ഇരിക്കുന്നു. നീ വരുവോ? ഇത് എന്തോന്ന്? ദേ മക്കളെ മക്കളെ വരും കേട്ടോ, വരും. മോൾ ടെൻഷൻ ആവണ്ട കേട്ടോ. അതാ ഇനി ഇതിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. അപ്പൊ എന്തായാലും അന്വേഷിച്ചു കേട്ടോ ഭദ്രകുട്ടിയെ. ഏത് പാട്ടാ പാടുന്നേ? അടടി അടടി. ഓ ആരാ അതിന്റെ മ്യൂസിക്? കൈതപ്പുറം വിശ്വനാഥൻ സാർ. Yes. വരികള് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാർ. സാർ. പിന്നെ പാടിയത് വേണുഗോപാലങ്കള്. സാർ അതല്ലേ അങ്കിളായോ? സിനിമ ഉള്ളം. ഓ അഭിനയിച്ചേക്കുന്നത് സുരേഷ് ഗോപി അങ്കിള്. പിന്നെ പിന്നെ ഫീമെയിൽ നടി നടിയാരാണ്? നടിയാണ് നമുക്ക് അറിയേണ്ടത്. അഭിനയിച്ചേക്കുന്നതാ അല്ലേ ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി അങ്കിളെന്ന്. അത് നടൻ. നടി നായിക ആരാ? നായകൻ ആക്ട്രസ് സുരേഷ് അങ്കിള്. ആക്ട്രസ്. നായിക ആരാണ്? മീനോട്ടിക്ക് ദേഷ്യം വരും. പ്രശസ്ത നടിയാണ് മോളെ. ഗീതു നടി. ഗീതു മോഹൻദാസ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ആഹാ, സൂപ്പർ. നന്നായിരുന്നു മക്കളെ, സൂപ്പർ. Excellent. നന്നായിരുന്നു, കലക്കി കലക്കി. ഭദ്രക്കുട്ടി എന്തോ അസലായിട്ട് പാടി. താങ്ക് ഒരു യു. പ്രൊഫഷണൽ സിംഗർ പാടുന്നത് പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നല്ല പിടിച്ച് ഇരുത്തം വന്ന ഒരു പാട്ടുകാരി പാടുന്ന രീതി പാടി. ഒരു കൊച്ചുകുട്ടിയല്ലേ, ഇതിൽ കൂടുതൽ എന്താ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആദ്യം മനോഹരമായിട്ട് പാടി, നല്ലൊരു പാട്ട്. അതിൻ്റെ എന്താണ്, അതിൻ്റെ സൗരഭ്യം കളയാതെ തന്നെ ഇവിടെ മുഴുവൻ യു സ്പ്രെഡ് ഇറ്റ് ലൈക്ക് എന്താ പറയുന്ന ഒരു മുല്ലപ്പൂവിൻ്റെ റോസിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിട്ടുവിടെ. അത്ര ഉഗ്രനായിട്ട് പാടി. വെരി ഗുഡ്. എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, ഇപ്പം മോക്കിപ്പോൾ എത്ര വയസ്സായി? 6. ഈ 6 വയസ്സിലൊക്കെ ഇത് ഇത്രയും മനോഹരമായിട്ട് ശ്രുതി ശുദ്ധമായിട്ട്, പിന്നെ സംഗതികളൊക്കെ കുറച്ച് വരണം ഇനി, അതൊക്കെ ഇനി വരും. ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ ഗ്രേറ്റ് സിംഗർ, സംശയമില്ലാത്ത. നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പാടും. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഭദ്രക്കുട്ടി, എന്തോ ഭദ്രക്കുട്ടിയുടെ ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് പാടുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതെങ്ങനെ ഇത്രയൊക്കെ നന്നായി പാടാൻ പറ്റണേ? പാടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ടല്ലോ. അതല്ല, കാറിൽ നിന്ന് വന്നപ്പോ ഫുൾ ടൈം പാട്ടിലായിരുന്നു. ഫുൾ കേൾക്കുമായിരുന്നോ? അത് ശരി ശരി. ആഹാ, എന്തായാലും ഇത് ഉഗ്രനായിട്ട് പാടിട്ടോ. 2 വർഷം കരോക്കെ ഇട്ട് പാടി. ആ, വെറുതെ അല്ല ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാടിയത്. അല്ല, 1 വർഷം. ഒരു പ്രാവശ്യം എനിക്ക് തോന്നി, തെറ്റിപ്പോയാൻ തോന്നി. അത് ശരി ശരി. വീട്ടിലെങ്ങനെ പാടാറുണ്ടോ കരോക്കെ ഇട്ട്? ആണോ? വീട്ടിൽ ആരൊക്കെ പാട്ട് പാടും? അച്ഛൻ. അച്ഛനാണോ പാട്ട് പാടണേ? അമ്മ? അമ്മ കുറച്ച് പാടും, കുറച്ച് പാടും. ഇല്ല. ആണോ? അച്ഛനും ഭദ്രക്കുട്ടിയും കൂടി പാടാറുണ്ടോ ഡ്യുവറ്റ്? ചെലപ്പൊക്കെ. ഏത് പാട്ടാ? സാമവേദം ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. സാമവേദം ശ്രീകുട്ടനങ്ങളുടെ സാമവേദം അമ്പലത്തിലൊക്കെ പാടാറുണ്ട്. ആഹാ, 2 ലൈൻ കേൾക്കട്ടെ സാമവേദത്തിന്റെ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യതയാനിരിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ, ഇഹ പരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സൂപ്പർ സൂപ്പർ. ഭദ്രക്കുട്ടി അച്ഛനും കൂടി ഈ പാട്ട് അമ്പലത്തിൽ എവിടെയോ പാടിയോ? അങ്ങനെ എന്തോ പറയുന്നത് കേട്ട് ഒരു ഓർമ്മ. എവിടെയെങ്കിലും പാടിയോ? വന്നായിരുന്നോ? ആ, അതാണ് അതെനിക്ക് ഞാൻ കേട്ടില്ല. അവിടെ അമ്പലത്തിൽ കൂടി ഇങ്ങനെ പോയപ്പോഴേ അവിടെ പ്രോഗ്രാം കണ്ടപ്പോ അയ്യോ ഇത് ഭദ്രക്കുട്ടിയാണല്ലോ ഈ പാടുന്ന ഒച്ച കേട്ടപ്പോ ഞാൻ അങ്ങനെ തോന്നി വന്നതാ അങ്ങോട്ട്. എന്തോ മീനുട്ടി ചേച്ചിന് ഇവിടെ മറുകുണ്ടല്ലോ. എന്റെ മീനുട്ടി ചേച്ചി മീനുട്ടി ചേച്ചി സ്നാക്സ് ഉണ്ടാക്കണ റീല് ഞാൻ എന്റെ അമ്മേനെ ഫോണിൽ കണ്ടു. മീനുട്ടി ചേച്ചിന് ഇവിടെ മറുകുണ്ടല്ലോ, എന്റെ ഇവിടെ മറുകുണ്ട്. മറ്റേ ഇതുണ്ടാക്കുന്ന കണ്ടായിരുന്നു ഇടത്തെ കൈ വെച്ച്. എന്താ ചേച്ചി ഉണ്ടാക്കിയേ? അത് ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കട്ട്ലറ്റ് ആയിരുന്നു. കട്ട്ലറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ ഉണ്ണിയപ്പമായി പോയി. കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്ന സാധനം തോരനായി പോയി. തോരൻ ഇല്ല, കറക്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. കട്ട്ലറ്റ് പീര. ഞാൻ ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വെറൈറ്റി ഐറ്റം മൃദുല ആന്റി പറയുന്ന കേക്കണ്ടേ? ഞാൻ മറന്നുപോയി. മൃദുല ആന്റി പറഞ്ഞിട്ട് വെറൈറ്റി ഐറ്റം. ഓക്കെ ഭദ്രക്കുട്ടി, എന്തോ മധു അങ്കിളും MG അങ്കിളും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു അസാധ്യ സിംഗറായി വരും.
ഹലോ ഇവിടെ എവിടെ ഇതാ ഞാൻ പറഞ്ഞ അവിടെ അവിടെ എവിടെ നോക്കരുത്. ഒരു പ്ലേ ബാക്ക് സിംഗർ ആയി വരട്ടെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഉറപ്പാണ്, അത്ര നന്നായിട്ടാണ് ഇപ്പോഴേ പാടുന്നത് ഈ ചെറിയ പ്രായത്തില്. ഇപ്പൊ വലുതാകുമ്പോൾ ഇതിലും നന്നായിട്ട് പാടും. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ കഥ പോരട്ടെ, കഥ പോരട്ടെ. വെറൈറ്റി ഐറ്റം. ഞാൻ സുരേഷ് ഗോപി അങ്കിളുടെ സിനിമയിലെ പാട്ടല്ലേ പാടിയേ? സുരേഷ് ഗോപി അങ്കിളുടെ സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ പഠിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഫൈസൽ അങ്കിളെ, എനിക്ക് ആ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ ആ സിനിമയിലെ മ്യൂസിക് ഇട്ടാണ് കേട്ടോ, എനിക്ക് നടന്നു പോവാനാ. സസ്പെൻസാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ പൂക്കുറ്റി അങ്ങ് തന്നിട്ട് ഈ ഡയലോഗും പറഞ്ഞ് നടന്നങ്ങ് അതല്ലേ നല്ലത്. വേണ്ട വേണ്ട വേണ്ട. ശ്രുതി. ശരി, ശ്രുതിയോ? മ്യൂസിക് ഇട്ടാണ്. മോള് പറ, എന്നാലേ അറിയത്തുള്ളൂ. റെഡി? കൂട്ടിക്കൊഴിച്ച് 4 നേരം ബൃഷ്ടാനെ വെട്ടിവിഴുങ്ങി ഏമ്പൊക്കം വിട്ട് ആസനത്തിൽ വാലം ചുരുട്ടിയിരിക്കുന്ന നിന്നെ ഇവിടെയും പോലുള്ള പരമട്ടൂകൾക്ക് ഈ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നല്ല ഭരചന്ദ്രൻ. അയ്യോ, ഭരചന്ദ്രൻ പോണ കണ്ടിട്ടേ പോയി പൂക്കുറ്റി കൊടുത്തില്ലല്ലോ. ആ വഴിക്ക് പോയി. ആടിയ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി ഭരചന്ദ്രൻ. പറഞ്ഞ പോലെ വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു. അതാ വഴിക്ക് ഇറങ്ങി പോയി. പിടഞ്ഞുണരും തുലാ
അതിമനോഹരമായ ഒരു പിടി നല്ല ഗാനങ്ങളുമായിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.